ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും രചന കാണുന്ന ഞെട്ടിക്കുന്ന ഭാഗമാണ്, വേറൊന്നല്ല. ആദ്യമാണെങ്കിൽ മഹേഷിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, മഹേഷിന്റെ കൂടെ കാറിൽ കയറി പോകുന്നുണ്ട്. ഇത് കാണുന്ന രചന പറയുന്നുണ്ട്, ദേ ആകാശ് നോക്കിക്കേ, അവൻ മഹേഷിന്റെ കൂടെ പോയി. ആ പോട്ടേടോ, കോടതി വിധി വരുമ്പോ തനിക്കേടെ മകനെ കിട്ടുള്ളൂ, ഇതൊക്കെ വെറും പ്രഹസനമല്ലേ എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട്. പക്ഷെ ആദ്യക്കറിയാം മഹേഷിനെ തന്നെ കോടതി ആദ്യനെ വിട്ടുകൊടുക്കുള്ളൂ എന്നിട്ട് വെറുതെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആകാശ് നോക്കുമ്പോഴേക്കും സുമിയുടെ ആ ഒരു അമ്മാവനെ കാണാണ്. അപ്പോഴേക്കും നമ്മുടെ ആകാശ് പറയണ്ട്, രചന താനെ വക്കീലിന്റെ കൂടെ വക്കീലിന്റെ ഓഫീസിലേക്ക് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അത് കഴിയുമ്പോഴേക്കും ഞാൻ വരാം, എൻ്റെ ഒരു ക്ലയന്റ് ഇവിടെ എവിടെയോ ഉണ്ട്, അയാളൊന്ന് കണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. ശരി ആകാശ് എന്ന് പറഞ്ഞിട്ട് രചനയും ആ വക്കീലും പോയിട്ട് വക്കീലിന്റെ ഓഫീസിലേക്ക് കയറി പോവാട്ടോ. ആ സമയത്ത് ആകാശ് വേഗം തന്നെ ആ അമ്മാവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, അതായത് സുമിയുടെ അമ്മാവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാണോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടേ ഇരിക്കണത്? തനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ? തനിക്ക് എന്താണ്? ഞാൻ പറഞ്ഞില്ലേ സുമിനെ കുറിച്ച് എനിക്ക് ഒരു അറിവുമില്ല, സുമി എന്നെ വിളിച്ചിട്ടില്ലെന്ന്. സാറേ, ഇത്രയും ദിവസമായിട്ട് അവളെ കുറിച്ച് ഒരു അറിവുമില്ല. എനിക്കെന്തോ അവളെ കാണാതെ ആവണ പോലെ തോന്നുവാ സാറേ. അവൾക്ക് എന്തോ സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എടോ, അവൾക്ക് എന്ത് സംഭവിക്കാനാണ്? പിന്നെ അവൾ ആര് തട്ടിക്കൊണ്ടു പോകാനാണ്? പണവും സമ്പാദ്യക്കുള്ള ആൾക്കാരാണെങ്കിൽ തട്ടിക്കൊണ്ടു പോകാന്ന് വിചാരിക്കാം. അവൾ അങ്ങനെ ആർക്കും തട്ടിക്കൊണ്ടു പോകേണ്ട ഒരു ആവശ്യവുമില്ല. അതല്ല സാറേ, അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സുമി എന്നെ വിളിക്കണതാ, അല്ലെങ്കിൽ എൻ്റെ മോളെങ്കിലും വിളിക്കണതാ. എൻ്റെ മോള് ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, സുമീനെ കാണണമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇനിയിപ്പോ നോക്കിയിരിക്കുന്നില്ല സാറേ, ഞങ്ങള് കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ പോലീസ് സ്റ്റേഷനിൽ. പക്ഷെ അതിനെന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. സാറിന്റെ വീട്ടിൽ പോയപ്പോ സാറ് ഇന്ന് കോടതിയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സാറിനെ കണ്ടിട്ട് കൂടി സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അല്ല, താനിതിനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോണത്? അല്ല സാറേ, സുമീനെ കുറിച്ച് ഒരു അറിവുമില്ലല്ലോ, അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വെച്ചു. എടോ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. താനൊരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യ്. ഞാൻ സുമിയുടെ അടുത്ത് എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സാർ, പറ്റുമല്ലോ അല്ലേ? അതേടോ പറ്റും, 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യും, അതിനുള്ളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നാ താൻ ഈ പൈസ പിടിച്ചോ. വേണ്ട സാറേ, എനിക്ക് വരുമ്പോ ഇങ്ങനെ പൈസ തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പൈസക്ക് വേണ്ടിയല്ല സാറിനെ കാണാൻ വേണ്ടി വരുന്നത്. എടോ, എനിക്കത് അറിയാം, തനിക്ക് സുഖമില്ലാത്തൊരു മോളുള്ളതല്ലേ. അപ്പൊ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആവില്ല. പിന്നെ താനിപ്പോ ഇവിടം വരെ വരുമ്പോ ചെലവ് കാശൊക്കെ ഉണ്ടാവില്ല ഒരുപാട്. അതുകൊണ്ട് ഈ പൈസ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാണ്. അങ്ങനെ സുമിയുടെ അമ്മാവൻ പറയണ്ട്, സാറേ 2 ദിവസത്തിൽ പറയണേ സാറേ, അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോവാ. ശരിയടോ, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയാണ് ആകാശ്. ശേഷം ആകാശം മനസ്സ് വിചാരിക്കണം, ഈശ്വര, ഈ പന്നക്കളവൻ വല്ല പരാതി എങ്ങനെ കൊടുക്കുക, പോലീസുകാരെങ്ങനെ അന്വേഷിച്ചാൽ ഞാൻ കുടുങ്ങുമല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇയാളെ കൊല്ലേണ്ടി വരുമോ? ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ കളവനെ കൊന്ന എന്താ പ്രശ്നം? ഇയാൾ അല്ലെങ്കിൽ ആയുസ് അടുത്തിരിക്കുകയാണ്, ഇയാളെ കൊന്നുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ വിചാരിക്കുകയാണ് ആകാശ്. ഇനി ഇയാൾ വരട്ടെ, ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇയാളെ കൊന്നു തള്ളണം. സുമീനെ കാണാൻ വേണ്ടിട്ടല്ലേ വന്നത്. സുമി കിടക്കുന്ന അതേ കുളത്തിൽ തന്നെ ഇയാൾക്കും കിടക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ യശുദേനെ കാണാൻ വേണ്ടി മനസ്സുനി വീട്ടിലേക്ക് വരുവാണ്. മനസ്സുനി പറയുന്ന വാതിൽ തുറക്കുന്നത് നമ്മുടെ സ്വപ്നവലിയാണ് കേട്ടോ. എന്താ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പേര് മനസ്സുനിന്നാ. ഓ, അറിയാം. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇറങ്ങി പോവാൻ നോക്ക് എന്ന് പറയാണ്. അയ്യോ, ഞാൻ പ്രശ്നത്തിന് വന്നല്ല, ഇഷിതനെ കാണാൻ വേണ്ടി വന്നതാ. അയ്യടെ, ഇഷിതനെ കാണാൻ നിങ്ങൾ ആരാ? ഇന്നലെ നിങ്ങളുടെ മരുമകളും അതുപോലെ തന്നെ മോനും കൂടി വന്നു, ഇപ്പൊ നിങ്ങൾ വന്നു. നിങ്ങളെ ഇഷിതനെ കണ്ട, നിങ്ങളെ കണ്ടാൽ ഇഷിതക്ക് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി വരും. അത്ര വൃത്തികെട്ട സ്ത്രീയാണല്ലോ നിങ്ങൾ. പ്ലീസ്, ഞാനൊന്ന് ഇഷിതനെ കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത അങ്ങോട്ട് വരുന്നുണ്ട്. ആരാ അമ്മേ എന്ന് ചോദിച്ചു വരുവാണ്. അയ്യോ മോളെ ഇഷിതേ, ഞാനാ മനസ്സുനിയമ്മയാ, നിന്റെ മനസ്സുനിയമ്മയാ എന്ന് പറയുമ്പോഴേക്കും ഇഷിതേ, നീ വെറുതെ മിണ്ടണ്ട, നീ റൂമിലേക്ക് പോ, വെറുതെ പ്രശ്നമാകും എന്ന് സ്വപ്നവലി പറയണ്ട. അല്ല, മനസ്സുനിയമ്മ എന്തിനാ വന്നത് എന്ന് ഇഷിത ചോദിക്കുമ്പോ, മോളെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്തിനാ എന്നെ കാണുന്നത്? അത് മോളോട് ഞാൻ ഒരുപാട് ക്രൂരത ചെയ്തിട്ടുണ്ട്, അതിനേക്കാ മാപ്പ് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇഷിത നോക്കുമ്പോഴേക്കും ഇഷിത വയറ്റിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിട്ട് നമ്മുടെ മനസ്സിനെ. എന്നിട്ട് പറയുന്നുണ്ട്, നീ പ്രതീക്ഷിച്ചോടി ഞാൻ മാപ്പ് പറയാനാ വന്നെന്ന്? ഒരിക്കൽ ഞാൻ നിന്നോട് മാപ്പ് പറയലടേ. ഞാനെന്നിട്ട് നിന്നോട് മാപ്പ് പറയണത് എൻ്റെ കുടുംബം തകർത്തത് നീ ഒറ്റ ഒരുത്തിയാണ്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. നിന്നോട് മാപ്പ് പറയാനല്ല, നിന്നെ ശപിച്ചില്ലാതാക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. സ്വപ്നവലി പറയേണ്ടതേ, നിങ്ങളോട് ഇറങ്ങി പോണ്ടോ കിളവി എന്ന് പറയാണ്. ഇല്ല, ഞാൻ പോവില്ല, നിങ്ങളെന്നെ തല്ലിക്കൊന്നാലും ഞാൻ പോവില്ല. പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ടേ ഈ മനസ്സിന് പോവുള്ളൂ. എങ്കിലേ തരാനുള്ളത് ഞാൻ തന്നിട്ടേ നിങ്ങളെ വിടുള്ളൂ എന്ന് സ്വപ്നവല്ലിയും പറയാണ്. ശേഷം സ്വപ്നവല്ലി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് പ്രിയാമണിനെ വിളിക്കാണ്. പ്രിയാമണി, ദേ ഇവിടെ ആ മനസ്സിന് വന്നിട്ടുണ്ട്, മോളെ കണ്ട് മോളെ ശപിക്കാൻ വേണ്ടി വന്നതാണ്. പ്രിയാമണിയും കൂടി വാ, നമുക്ക് 2 പേർ കൂടി അവരെ അരച്ച് കലക്കി കുടിക്കാം. ശരി സ്വപ്നം, ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞ പ്രിയാമണി ഫോം വെക്കുകയാണ്. എന്നിട്ട്
പ്രിയാമണി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സ്വപ്നവേലി നല്ലൊരു ഒലക്ക, അടുക്കള ഭാഗത്തുണ്ട്, ഒലക്കയാണോ ചൂലാണോ എന്തോ വലിയൊരു സംഭവം എടുത്തുകൊണ്ട് വരികയാണ്. മനസ്സിനാണെങ്കിൽ ഇഷിതൻ ഇങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കട്ടോ, നീ അങ്ങനെ ആവോടി, നീ ഇങ്ങനെ ആവോടി എന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്വപ്നവല്ലി പുറകെ കൂടി വന്നിട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് മനസ്സിലൂടെ കിളി പോയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിത് എവിടെയാ, ഞാൻ എന്തിനാ ഇവിടെ വന്നത്, എനിക്കറിയില്ല എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഇഷിതക്ക് ചിരി വരാണ്. ഇഷിത പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയാമണി പറഞ്ഞിട്ട്, നീ എന്തിനാ മോളെ ഇവരെ കണ്ടപ്പോഴേക്കും ഓടി വന്നത്? ഞാൻ പെട്ടെന്ന് ആദ്യമാണെന്ന് വിചാരിച്ചിട്ടാ വന്നത്. ഇന്ന് കോടതി കഴിയുമ്പോഴേക്കും ആദ്യനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് വരുമെന്ന് പറഞ്ഞിരുന്നേ. എന്തായാലും നീ പോവാൻ നോക്ക്, ഇവരുടെ കിളി പോയെന്ന് തോന്നുന്നു. സ്വപ്നം, ഇവരെ വിടണോ അത് രണ്ടടി കൂടി കൊടുത്തിട്ട് വിട്ടാലോ? അവര് പോട്ടെ, ഇനിയിപ്പോ ഇവരെ കൊന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ ജയിലിൽ പോയി കിടന്നാൽ നമുക്ക് നമ്മുടെ കൊച്ചുമകളെ കാണണ്ടേ, കൊച്ചുകുട്ടീനെ കാണണ്ടേ? അത് ശരിയാണ് എന്ന് പ്രിയാമണി പറയുന്നുണ്ട്. അങ്ങനെ അവര് നിലത്തേക്ക് ഇറക്കി വിടാണ് ഡ്രൈവർ. അവരെ തിരിച്ച് വീട്ടിലേക്ക് മനസ്സിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കോടതി വിധി വരുന്ന ദിവസം വരാം കേട്ടോ. അപ്പോൾ മഹേഷിന്റെ കൂടി ഇഷിതയും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ചിപ്പിയും പോകുന്നുണ്ട്. പിന്നെ അതായത് ചിപ്പീനെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ കോടതിക്ക് സംസാരിപ്പിക്കാമല്ലോ എന്ന് വെച്ചിട്ട് സുജി വക്കീൽ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണേ കേട്ടോ. അങ്ങനെ മഹേഷും ഇഷിതയും നമ്മുടെ സുജി വക്കീലും ചിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ തന്നെ ആകാശിന്റെ വക്കീലും രചനയും ആദിയും വന്നിട്ടുണ്ട്. അങ്ങനെ ആദിയുടെ അടുത്ത് കോടതി വീണ്ടും പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദി കറക്റ്റ് ആയിട്ടാണ് മറുപടി പറഞ്ഞത്, ഒന്നും ചിന്തിക്കുന്നു പോലും ഇല്ല. ആദി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ നല്ല രീതിയിൽ എന്തൊക്കെ പറയാമോ ആ രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോടതി ആ വിധി പറയാണ്. എന്തായാലും കോടതിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കേസില് മഹേഷിന്റെ ഭാഗത്താണ് ന്യായം. മഹേഷിന്റെ അടുത്ത് തന്നെയാണ് കുഞ്ഞിരിക്കുന്നത് സേഫ് എന്നാണ് കോടതിക്ക് മനസ്സിലാവുന്നത്. പിന്നെ മാത്രമല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന ചിപ്പിയുടെ അനുഭവം കോടതി മുഖവരയ്ക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസില് ആദിത്യൻ എന്ന് പറഞ്ഞ ആദിത്യൻ മഹേഷിന്റെ കയ്യിലേക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി കോടതി തീരുമാനിക്കുകയാണ്. രചനക്ക് കൊച്ചിനെ കാണുന്നതിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ കൊണ്ട് നിർത്താനോ ഒന്നിനും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് കോടതി വിധി എഴുതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ആകാശ് പ്രധാന സന്തോഷമാവും കേട്ടോ. ആകാശിനോട് രചന ചോദിക്കണ്ട, ആകാശല്ലേ പറഞ്ഞത് നമ്മൾ ഈ കേസ് ജയിക്കുമെന്ന്, എന്നിട്ട് നമ്മൾ തോറ്റുപോയല്ലോ ആകാശ് എന്നൊക്കെ പറയണ്ട്. ഇവിടെ താൻ സമാധാനമായിട്ടിരിക്കുക, എങ്ങനെ സമാധാനപ്പെടാനായിട്ടാണ്? എൻ്റെ മോൾ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ മോള് നഷ്ടപ്പെട്ടു, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെ പറയാണ്. അങ്ങനെ രചനയുടെ കൺമുമ്പിൽ തന്നെ മഹേഷും ഇഷിതയും ചിപ്പിയും ആദ്യം കൂടി സന്തോഷത്തോടെ കൈകോർത്ത് അവരിങ്ങനെ കോടതി വരാന്തേ കൂടി പോണ കാണുമ്പോൾ രചനക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കിതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആകാശ് ഒരു കാര്യം ചെയ്യാവോ എനിക്ക് വേണ്ടി? എന്താ രചന, എന്നെ അങ്ങ് കൊന്നു തരാവോ ആകാശ്? എനിക്കിതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എല്ലാ നഷ്ടങ്ങളും എനിക്ക് മാത്രം. തൻ്റെ കൂടെ ഞാനില്ലേടോ, ഞാനുണ്ടോ തനിക്ക്, ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആകാശ് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഭാഗമാണ് നമ്മൾ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.